ക്രിസ്തുവിൽ സ്നേഹം നിറഞ്ഞവരെ, വചനയാത്രയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നത് വ്യാജ പ്രവാചകന്മാരെ സൂക്ഷിക്കണമെന്നാണ്. പത്രോസിന്റെ 2-ാം ലേഖനം 2-ാം അധ്യായം 1-ാം വാക്യത്തിലും വ്യാജ പ്രവാചകന്മാരെ പറ്റി പറയുന്നുണ്ട്. വീണ്ടും നമ്മൾ പൗലോസ് അപ്പോസ്തലൻ കൊറിന്ത്യോസുകാർക്ക് എഴുതിയ 2-ാം ലേഖനം 11-ാം അധ്യായത്തിന്റെ 13-ാം വാക്യത്തിലും 26-ാം വാക്യത്തിലും കപടനാട്യക്കാരായ അപ്പോസ്തലന്മാരെ കുറിച്ചും വഞ്ചകരായ ജോലിക്കാരെ പറ്റിയും വ്യാജ സഹോദരന്മാരെ പറ്റിയുമെല്ലാം വായിക്കുന്നുണ്ട്. ഒരു ജാഗ്രതയോടുകൂടെ നമ്മൾ പെരുമാറണമെന്നാണ് പറഞ്ഞു വെക്കുക. സൂക്ഷിച്ച് നമ്മളുടെ കൂടെ ആയിരിക്കുന്നവരുടെ ഒരു മനസ്സ് എന്താണ് എന്നൊന്ന് തിരിച്ചറിയുവാൻ, ഒന്നുകൂടെ ശ്രദ്ധയോടുകൂടെ പെരുമാറുവാൻ, നമ്മൾ ഇടപെടുന്നതിനെ പറ്റി പൂർണ്ണമായ അവബോധമുള്ളവരാകുവാനായി പറഞ്ഞു വെക്കുന്നുണ്ട്. ചെന്നായ്ക്കളാണോ, മുൾച്ചെടിയാണോ, ഞെരിഞ്ഞിലാണോ കൂടെയുള്ളത്? കാരണം വ്യാജ പ്രവാചകന്മാരെ ദൈവമല്ല നിയമിച്ചത്. വ്യാജ പ്രവാചകന്മാർ ജനങ്ങൾ അംഗീകരിച്ചവരുമല്ല, അവർ പുറമേ നിന്നും എത്തിച്ചേർന്നവരാണ്. വചനത്തിലുടനീളം ഇടയ സങ്കല്പത്തെ പറ്റി പറയുന്നുണ്ട്. ഇടയന്റെ ആടുകളുടെ കൂട്ടത്തിൽ ആടിന്റെ തോലണിഞ്ഞുകൊണ്ട് എത്തിച്ചേർന്ന് നിൽക്കുന്ന ഏതോ ഒരു ചെന്നായി. അതായത് അവന്റെ മനോഭാവം വ്യത്യസ്തമാണ്. ഫലങ്ങളിൽ നിന്നാണ് വൃക്ഷങ്ങളെ തിരിച്ചറിയേണ്ടതെന്ന് പറയുമ്പോൾ ചിലരുടെ കാഴ്ചകൾ എപ്രകാരമാണ് എന്നതിനേക്കാളും അവരുടെ പ്രവൃത്തികൾ എപ്രകാരമാണ് എന്ന് കൂടെ നമ്മൾ ചിന്തിക്കണം. കൂടെ നിൽക്കുന്നവർക്ക് അഭിനയിച്ച് ഫലിപ്പിക്കാൻ വളരെ എളുപ്പമായിരിക്കാം, പക്ഷേ അത് പ്രവൃത്തിയിലൂടെ കാണിക്കാനായിരിക്കും ബുദ്ധിമുട്ട്. അപ്പോൾ പ്രവൃത്തിയിലൂടെ നമുക്ക് നമ്മുടെ ഫലങ്ങൾ ദൈവത്തിനായും ദൈവജനത്തിനായും അർപ്പിക്കാം. അഭിനയമല്ല കർത്താവ് നോക്കുന്നത്, മറിച്ച് നമ്മളുടെ പ്രവൃത്തികൾ എപ്രകാരമാണ്. കാഴ്ച മറ്റുള്ളവരുടെ കണ്ണിന് കുളിർമയേകുന്നതായിരിക്കാം, പക്ഷേ മറ്റുള്ളവരുടെ ജീവിതത്തിൽ സാന്ത്വനമേകുവാൻ, മറ്റുള്ള ജീവിതത്തിൽ സ്വാധീനം ചെലുത്തുവാൻ നിനക്ക് സാധിക്കുമോ? അല്ലാത്ത പക്ഷം നീ തീയിലായിരിക്കും എറിയപ്പെടുവാനായി പോകുന്നത്. ആമീൻ.